ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഷോർട്സുകളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതെന്നല്ലാതെ ലോങ് വീഡിയോ കുറേയായി അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ചെറിയൊരു ബേബി മൂണാണ്. എനിക്കിപ്പോൾ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മന്തായി, ഏകദേശം കഴിയാറായി എന്ന് തന്നെ പറയാം. ഒരു 5 മന്തൊക്കെ ആയ സമയത്തെ ഞാൻ ചിക്കുക്കും പറയുന്നുണ്ട് ഒരു ബേബി മൂൺ പോകണം എന്നുള്ളത്. അത് ഏകദേശം ഞങ്ങൾ ലാസ്റ്റ് മന്തൊക്കെ ആയിട്ട് തന്നെയാണ് വിചാരിച്ചിരുന്നത്. ആ സമയത്ത് തന്നെയാണ് ഞങ്ങൾ പോയതും. ദൂരെ എങ്ങോട്ടെങ്കിലും പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ പോയത് ഊട്ടിയിലോട്ടാണ്. ഊട്ടിയിലോട്ട് പോകേണ്ടായ റീസൺ എന്താണെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് വന്നുകൊണ്ടൊക്കെയാണ്, മഞ്ഞുണ്ട്, ഫ്രീസാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു മിനി കാശ്മീർ അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഊട്ടിയിലോട്ട് പോയി. മോർണിംഗിൽ ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്നൊരു നിലമ്പൂരൊക്കെ ഏകദേശം എത്താനായപ്പോൾ ഞങ്ങളൊരു ചായ കുടിച്ചു. ചായ കുടിക്കൽ ഞാൻ പ്രഗ്നൻസി ടൈമിൽ ചായ ഞാൻ ഒഴിവാക്കിയതായിരുന്നു. പക്ഷേ ഊട്ടി പോയ സമയത്ത് ഒരു 3-4 ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടാവും. കാരണം തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പായിരുന്നു. അത് പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചായ മസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നാടുകാണി കയറുന്നതിന് മുന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പോയി. നമ്മൾ മസനഗുഡി വഴിയൊന്നുമല്ല പോയത്, ഗൂഡല്ലൂർ വഴിയായിരുന്നു. അങ്ങനെ എനിക്ക് റെസ്റ്റ് അത്യാവശ്യമായിരുന്നു. കുറേ ട്രാവൽ ചെയ്ത് കുറച്ച് നേരം ഇറങ്ങി നടന്ന് അങ്ങനെ ട്രാവൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് നമുക്ക് കുറേ നേരം ഇരുന്നിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യാൻ നമുക്ക് കഴിയൂല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ട്രാവൽ ചെയ്യും, കുറച്ച് നേരം വണ്ടി നിർത്തും, നടക്കും, കുറച്ച് നേരം അവിടെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഊട്ടിയിലെത്തിയപ്പോഴത്തേക്കും ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. 11 മണി എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമാണോ എന്ന് ചോദിച്ചാൽ, മേ ബി ഇപ്പോൾ ഒരു സ്പോട്ടിലോ 2 സ്പോട്ടിലൊക്കെ നിർത്തുകയാണെങ്കിൽ മേ ബി ഇതിലെക്കാട്ടിൽ മുന്നേ എത്തിയിരുന്നു. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. പിന്നെ റോഡൊക്കെ അതിൻ്റേതായ അവസ്ഥകളുണ്ടല്ലോ റോഡിനിപ്പോൾ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണമല്ലോ പോകാൻ. എന്തായാലും ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ റൂമും കാര്യങ്ങളും ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്ന ഒരു സ്റ്റേ ഒക്കെ ചെയ്തിട്ട് അവിടെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ വരാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പക്ഷെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ട് ഗൂഗിൾ ത്രൂ നോക്കിയിട്ടാണ് റൂമെല്ലാം ബുക്ക് ചെയ്തത്. ഞങ്ങൾ നിന്ന റൂം എന്തായാലും സെറ്റായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അത്രയും അടിപൊളിയായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയത്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. 2 BHK 3000 മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഞങ്ങൾ നിന്നത് ഒരു ബെഡ്റൂമും ഒരു വാഷ്റൂമുമാണ്. അതിൽ നമുക്ക് 2000 ആണ് റേറ്റ് വന്നത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ എത്തി, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് കണ്ണടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 4 o'clock ആയപ്പോഴത്തേക്കും നമ്മളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ടൈം അവിടെ ഇല്ല. കാരണം 8 o'clock ആകുമ്പോഴത്തേക്കൊക്കെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടും അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു, ഒരു സ്നാക്കൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ഈ December 10th ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷമായി. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. ഓനായാലും എനിക്കായാലും സംസാരിച്ചാൽ തീരാത്ത ആൾക്കാരാണ്. അത് ചിലപ്പോൾ അവസാനം എന്തെങ്കിലും കച്ചറയൊക്കെ വന്നാലും പക്ഷെ ഞങ്ങൾക്ക് സംസാരിക്കണം. അവസ്ഥകളും ഞങ്ങൾ മാനേജ് ചെയ്ത ഞങ്ങളുടെ ജീവിതം എല്ലാം ഞങ്ങളങ്ങനെ കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനി 2026 പുതിയൊരു വർഷത്തിൽ ഒരു പുതിയൊരു അംഗം കൂടി ഞങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ കുറേ സംസാരിച്ച് എന്തൊക്കെയോ ഞങ്ങൾ സംസാരിച്ചു. കുറേ നേരം നടന്നു, കുറേ നേരം ചിരിച്ച്, കുറേ നേരം കരഞ്ഞു എന്നൊക്കെ പറയാം. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നൈറ്റിൽ തന്നെ ആ സമയത്ത് അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്യാപ്പും ഗ്ലൗസൊക്കെ വാങ്ങി. അതുകൊണ്ട് മാത്രമല്ല, നെക്സ്റ്റ് ഡേ പോകണമല്ലോ, ഇടണമല്ലോ. അപ്പോൾ അതിനും കൂടെ ആയിട്ട് ഞങ്ങളൊരു ക്യാപ്പും ഗ്ലൗസൊക്കെ വാങ്ങി. അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു. എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു. നല്ല ഫ്രഷ് ഫ്രൂട്ട്സും നല്ല ഫ്രഷ് ഫ്ലവേഴ്സും ഒക്കെ
ആ ടൈമിലും അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ടൈമിൽ ഫ്ലവറൊക്കെ സെയിൽ ചെയ്ത് ആര് വാങ്ങുക എന്നുള്ളതൊക്കെ. വാങ്ങുന്ന ആളുണ്ടായിരിക്കും അല്ലേ? എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഒരു കൊറിയൻ ഷോപ്പിലോട്ടാണ്. കൊച്ചിയിലും ഇതുപോലത്തെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതേ ഔട്ട്ലെറ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഷോപ്പിൻ്റെ പേര് മിനിസ് എന്നായിരുന്നു. ഒരുപാട് ക്യൂട്ട് ഐറ്റംസ്, ജഗ്സ്, മഗ്സ്, അതുപോലെ ബോട്ടിൽസ്, ബുക്സ്, പൗച്ചസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനിടാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജ്വല്ലറി ഷോപ്പിലാണ് പോയത്. 99 സ്റ്റാർട്ട് ചെയ്യണത്. എങ്ങനത്തെ ജ്വല്ലറിയാണെന്നോ, പേജസ് കാണുന്നുണ്ടല്ലോ സെയിൽ ചെയ്യണത്, അങ്ങനത്തെ കളക്ഷൻസാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. റിങ്സ് ആയാലും ഇയറിങ്സ് ആയാലും എല്ലാം കുറഞ്ഞ റേറ്റിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെയും ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാനിട്ടാം. ഏതായാലും അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സ്വീറ്റ് ക്രേവിങ്സ് വന്നു പെട്ടെന്ന്. അപ്പോൾ നമ്മൾ പോയത് കുറച്ച് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ഫ്രൂട്ട്സ് വാങ്ങൽ ഞങ്ങൾക്ക് 2 പേർക്കും നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നൈറ്റിൽ വിശക്കട ഒരു അസുഖം ഉണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങൽ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾ പലതവണ ഊട്ടിയിൽ വന്നിട്ടുണ്ട്. ഊട്ടിയിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ കേരള റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കാറാണ്. അതിപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തണം. കാരണം ഈ സമയത്ത് എനിക്ക് വയറിന് എന്തെങ്കിലും ആയാൽ, പണി കിട്ടിയാൽ അതൊരു 1.5 പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ കേരള റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയത് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ റൂമിലോട്ട് പോയി. അവിടെ നല്ല ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. ചൂടൊക്കെ പിടിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ ഇരുന്ന് സമാധാനത്തിൽ കുറച്ച് നേരം പുറത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോയി. അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് പോകണമല്ലോ, അപ്പം നേരത്തെ കിടന്നുറങ്ങണമല്ലോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ പോയി സ്ലീപ്പാൻ പോയി. ഇത് വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ ഇനി മഞ്ഞിലോട്ട് പോയ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.